നമസ്കാരം. 1989 നവംബർ 29 ബെൽജിയത്തിലെ ജർമ്മനിക്ക് സമീപമുള്ള ഒരു ചെറിയ പട്ടണം. രണ്ട് പോലീസുകാർ രാത്രിയിലെ അവരുടെ ആ സ്ഥിരം പട്രോളിങ്ങിന് ഇറങ്ങിയ സമയമാണ്. ഹെൻറിച്ച് നിക്കോളും ഹ്യൂബർട്ട് ഓൺ മോങ്കിനിയും ആ യൂബൻ പട്ടണത്തിൽ കൂടി സാവധാനം അവരുടെ പട്രോളിംഗ് ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ വാഹനം ഒരു നാൽക്കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ ആ നാൽക്കവലയ്ക്ക് അപ്പുറത്തായി ശരിക്കും നല്ല പ്രകാശം ദൂരെ നിന്നേ ഹെൻറിച്ചും അയാളുടെ സുഹൃത്തും കണ്ടു. ദൂരെ നിന്നുള്ള ആ കാഴ്ച അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് വിളിച്ചു പറയുകയാണ്. ശരിക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും വലുപ്പത്തിലാണ് പ്രകാശം കാണപ്പെടുന്നത്. ആ പ്രകാശം അങ്ങനെ കണ്ടപ്പോൾ ഹെൻറിച്ചിനും ഹ്യൂബർട്ടിനും പെട്ടെന്നൊരു സംശയം. അവർ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടാണല്ലോ, അവിടെ അങ്ങനെ ഫ്ലഡ് ലൈറ്റ് ഉള്ള സ്റ്റേഡിയങ്ങൾ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാം. പിന്നെ എങ്ങനെ അത്രയും വലിപ്പത്തിൽ പ്രകാശം അവിടെ ഉണ്ടാവുന്നു? ഹെൻറിച്ച് നിക്കോളാണ് വാഹനം ഓടിക്കുന്നത്. അയാൾ ശരിക്കും അസാധാരണമായ ആ പ്രകാശത്തിന്റെ നേർക്ക് വാഹനം ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് അറിയാതെ ബ്രേക്കിൽ കാലമർത്തി. ഹെൻറിച്ചും ഹ്യൂബർട്ടും ഇപ്പോ വ്യക്തമായി ആ പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശത്തിന്റെ കാരണം അവർ കണ്ട ആ തുറസായ സ്ഥലത്തിന് മുകളിലുള്ള ഒരു സോഴ്സാണ്. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ സോഴ്സ്. ആകാശത്തു നിന്ന് പ്രകാശത്തിൻ്റെതായ 3 കാലുകൾ താഴേക്ക് പതിക്കുകയാണ്. ആ കാലുകളിൽ നിന്നുള്ള പ്രകാശമാണ് ആ ഏരിയ മുഴുവൻ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നത്. ആ 3 കാലുകൾ ത്രികോണാകൃതിയിലുള്ള ഒരു ഓബ്ജക്റ്റിന്റെ ചുറ്റുമാണ് കാണുന്നത്. ആകാശത്ത് ഓറഞ്ച് നിറത്തിൽ ത്രികോണാകൃതി കാണപ്പെടുന്ന ആ ഓബ്ജക്റ്റിന് 3 കാലുകളാണ് ഹെൻറിച്ചും അതുപോലെ ഹ്യൂബർട്ടും കണ്ടത്. ഞെട്ടിപ്പോയ ഹെൻറിച്ച് നിക്കോൾ ആ നിമിഷത്തിൽ തന്നെ കാറിലെ റേഡിയോയിലൂടെ സ്റ്റേഷൻ ഓഫീസിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഹെൻറിച്ചിന്റെ ആ റേഡിയോ സന്ദേശം അറ്റൻഡ് ചെയ്തത് ആൽബർട്ട് ക്രൂസ് എന്ന വ്യക്തിയാണ്. ഹെൻറിച്ച് നിക്കോൾ പറഞ്ഞ കഥ കേട്ടതും ആൽബർട്ട് ഹെൻറിച്ചിനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ കറങ്ങി നടക്കാതെ വേഗം വാ. ഹെൻറിച്ച് നിക്കോൾ പറയുന്ന കാര്യം 100% കള്ളമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ആൽബർട്ട് ക്രൂസ് അങ്ങനെ പറഞ്ഞത്. തങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ആൽബർട്ട് ക്രൂസിനോട് വിശദീകരിക്കാനുള്ള സമയമൊന്നും ഹെൻറിച്ചിനും അതുപോലെ ഹ്യൂബർട്ടിനും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം അവർ കണ്ട ആ പ്രകാശം ചലിച്ചു തുടങ്ങിയതാണ്. ആ 3 കാലുകളുള്ള പ്രകാശ സോഴ്സ് സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. ആ പ്രകാശ സോഴ്സ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ശബ്ദം പോലും ഉണ്ടാകുന്നില്ല. തികച്ചും സൈലന്റായി ആകാശത്തിലൂടെ ആ വാഹനം അങ്ങനെ നീങ്ങുകയാണ്. ഹെൻറിച്ചും ഹ്യൂബർട്ടും അവരുടെ വാഹനത്തിൽ ആ പ്രകാശ സോഴ്സിനെ പിന്തുടർന്നു. ഹെൻറിച്ചും ഹ്യൂബർട്ടും അവരുടെ വാഹനത്തിൽ ആ പ്രകാശ സോഴ്സിനെ ഫോളോ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ശരിക്കും ഒരു ഭയമുണ്ട്. ആ ത്രികോണ ആകൃതിയിൽ ആകാശത്തിലൂടെ സാവധാനം ഒഴുകി നീങ്ങുന്ന ആ വാഹനത്തിനകത്ത് ആരോ ഉണ്ടെന്നും അവർ റോഡിലൂടെ ആ വാഹനത്തെ ഫോളോ ചെയ്യുന്ന അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ ഹെൻറിച്ചിനും അതുപോലെ ഹ്യൂബർട്ടിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അല്പം ഡിസ്റ്റൻസ് ഇട്ടാണ് ആ ആകാശത്തിലൂടെ ഒഴുകുന്ന വാഹനത്തെ ഫോളോ ചെയ്യുന്നത്. ഇതേ സമയത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹെൻറിച്ചിന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത ആൽബർട്ട് ക്രൂസ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിദൂരതയിൽ ഒരു പ്രകാശം ആൽബർട്ട് ക്രൂസിന്റെ ശ്രദ്ധയപ്പെട്ടത്. ശരിക്കും ഒരു ഫ്ലാഷ് ലൈറ്റ്. അങ്ങനെയാണ് ആൽബർട്ട് ക്രൂസിന് ആദ്യം ആ കാഴ്ച ഉണ്ടാക്കിയ അനുഭവം. ആൽബർട്ട് പെട്ടെന്ന് ആ ജനൽപ്പാടികൾ തുറന്ന് പ്രകാശം കണ്ട ഭാഗത്തേക്ക് സസൂക്ഷ്മം നോക്കുമ്പോൾ ആൽബർട്ടിന് ഇപ്പോൾ വ്യക്തമായി ആ കാഴ്ച കാണാം. 3 പ്രകാശ ബീമുകൾ ത്രികോണ ആകൃതിയിലുള്ള ഒരു ഓബ്ജക്റ്റിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ആൽബർട്ട് ക്രൂസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ജനാലയിലൂടെ കാണുന്നത്. ശരിക്കും ആ കാഴ്ച ഒരു ഞെട്ടലാണ് ആൽബർട്ട് ക്രൂസിൽ ഉണ്ടാക്കിയത്. തികച്ചും അമ്പരപ്പോടുകൂടി ആൽബർട്ട് ക്രൂസ് ആ പ്രകാശത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ചാർട്ട് ചെയ്യുന്ന ആ ത്രികോണാകൃതിയിലുള്ള ഓറഞ്ച് നിറത്തിലുള്ള ആ ഓബ്ജക്റ്റിന്റെ നടുക്ക് നിന്ന് പെട്ടെന്ന് ഒരു ഓറഞ്ച് പ്രകാശം ഭൂമിയിലേക്ക് അതിവേഗം താഴ്ന്നു വന്നു. ശരിക്കും ഒരു ടോർച്ച് ഭൂമിയിലേക്ക് അടിച്ചതുപോലെ ഒരു ഓറഞ്ച് പ്രകാശം ഭൂമിയിലേക്ക് വരികയായിരുന്നു. ആ പ്രകാശം ഭൂമിയിലേക്ക് താഴ്ന്നു പോയിട്ട് പെട്ടെന്ന് തിരിച്ച് ആ വാഹനത്തിലേക്ക് മടങ്ങി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആൽബർട്ട് ക്രൂസിന് ഒരു പിടിയില്ല. ആൽബർട്ട് ക്രൂസ് അമ്പരപ്പോടുകൂടി വീണ്ടും ആ ഓബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ ആ ഓബ്ജക്റ്റിൽ നിന്ന് വീണ്ടും ആ ഓറഞ്ച് പ്രകാശം ഭൂമിയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ആ ത്രികോണാകൃതിയിലുള്ള ഓബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നീങ്ങുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ആ ഓറഞ്ച് പ്രകാശം ഭൂമിയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ആ കാഴ്ച കണ്ടതും നേരത്തെ ഹെൻറിച്ച് വിളിച്ചു പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെന്ന് ആൽബർട്ട് ക്രൂസിന് ഉറപ്പായി. ആൽബർട്ട് ക്രൂസ് അപ്പോൾ തന്നെ അവിടെ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. അവരോട് കാര്യം പറഞ്ഞു. അവരുണ്ടാക്കിയ ഏതെങ്കിലും പുതിയ ഉപകരണം
പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിപ്ലോയ് ചെയ്തതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആൽബർട്ട് ക്രൂസ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത്. പക്ഷെ കൺട്രോൾ റൂമിലെ ഫോൺ എടുത്ത വ്യക്തി ആൽബർട്ട് ക്രൂസിനോട് ആ കാര്യം വ്യക്തമാക്കി. അങ്ങനെ ഒരു പരീക്ഷണവും അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. ഇതേ സമയത്ത് ഹെൻറിച്ചും ഹ്യൂബർട്ടും അവരുടെ വാഹനത്തിൽ ആ ഒബ്ജക്റ്റിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ട് ക്രൂസ് ജനാലയിലൂടെ കണ്ട അതേ ഓറഞ്ച് ലൈറ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ ഹെൻറിച്ചിനും അതുപോലെ ഹ്യൂബർട്ടിനും കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ വാഹനത്തിൽ ആ ത്രികോണാകൃതിയിലുള്ള ഓബ്ജക്റ്റിനെ പിന്തുടരുന്നുകൊണ്ട് അവർക്ക് ആ കാഴ്ച കുറെ കൂടി വ്യക്തമാണ്. ആ ഓറഞ്ച് ലൈറ്റ് അനവധി തവണ ഭൂമിയിലേക്ക് വരുന്നതും ഭൂമിയിൽ എന്തോ പരതുന്നതും തിരിച്ച് ആ വാഹനത്തിലേക്ക് മടങ്ങുന്നതും അവർ വ്യക്തമായി കണ്ടു. ഏകദേശം 30 മിനിറ്റോളം ആ ത്രികോണാകൃതിയിലെ ഓബ്ജക്റ്റിനെ ഹെൻറിച്ചും അതുപോലെ ഹ്യൂബർട്ടും പിന്തുടർന്നു. ആ 30 മിനിറ്റും ആ ഓറഞ്ച് ലൈറ്റ് ഭൂമിയിലേക്ക് വരികയും എന്തോ പരിശോധിക്കുകയും ചെയ്തു. ഓറഞ്ച് ലൈറ്റ് ഉപയോഗിച്ച് ഭൂമിയിൽ എന്തോ പരിശോധന ആ ഓബ്ജക്റ്റ് നടത്തുന്നതാണെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നോ ആ വാഹനത്തിനകത്തുള്ളത് ആരാണെന്നോ ഹെൻറിച്ചിനും ഹ്യൂബർട്ടിനും ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തോ ഒരു പരിശോധന ആ വാഹനത്തിലുള്ള ആളുകൾ ഭൂമിയിൽ നടത്തുകയാണെന്ന് വളരെ വ്യക്തമാണ്. ആ ഓബ്ജക്റ്റിനെ ഹെൻറിച്ച് കണ്ട് ഏകദേശം 30 മിനിറ്റ് ആയപ്പോൾ അതേ ശൈലിയിലുള്ള മറ്റൊരു ഓബ്ജക്റ്റ് കൂടി ആ ഭാഗത്തേക്ക് വന്നു. ആ ഒബ്ജക്റ്റ് ആദ്യത്തെ ഓബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്നത് ലേശം ചരിവോട് കൂടിയാണ്. ഇങ്ങനെ സമാന്തരമായി പറക്കുന്നതിന് പകരം ചരിഞ്ഞ് പറക്കുകയാണെന്ന് അർത്ഥം. ആ ഒബ്ജക്റ്റ് അവർക്ക് മുന്നിലൂടെ അങ്ങനെ ചരിഞ്ഞ് പറന്നു പോയപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഗോപുരം പോലുള്ളൊരു ഭാഗവും 2-3 ജനാലകളും വാഹനത്തിലിരിക്കുന്ന ഹെൻറിച്ചും ഹ്യൂബർട്ടും വ്യക്തമായി കണ്ടു. ശരിക്കും ചെറിയ ജനാലകളാണ് ആ ഓബ്ജക്റ്റിന്റെ മുകളിലുള്ളത്. ആ ഭാഗത്തേക്ക് ഹെൻറിച്ചും ഹ്യൂബർട്ടും ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഓബ്ജക്റ്റിന്റെ വേഗത കൂടി. ആ ഓബ്ജക്റ്റിന്റെ വേഗത കൂടിയതും ആദ്യം കണ്ട ട്രയാങ്കിളിന്റെ വേഗതയും വർദ്ധിച്ചു. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ആ 2 വാഹനങ്ങളും അതിവേഗം അവരിൽ നിന്ന് അകന്ന് വിദൂരത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കാഴ്ച ഓഫീസ് ജനാലിലൂടെ ആൽബർട്ട് ക്രൂസും കൃത്യമായി കണ്ടു. ഏകദേശം ഭൂമിയിൽ നിന്ന് 500 അടി മുകളിലായി 2 കൂറ്റൻ ഒബ്ജക്റ്റുകളാണ് ആൽബർട്ട് ക്രൂസ് കൃത്യമായി കണ്ടിരിക്കുന്നത്. ആ കാഴ്ച കണ്ട ആൽബർട്ട് ക്രൂസിന്റെ മനസ്സിൽ ആകാശത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു കപ്പലാണ് ഉള്ളത്. ശരിക്കും ഒരു ആകാശ കപ്പൽ ശബ്ദമില്ലാതെ ആകാശത്തിലൂടെ ഏകദേശം ഭൂമിയിൽ നിന്ന് 500 അടി പൊക്കത്തിൽ അങ്ങനെ സ്മൂത്തായി പോവുകയാണ്. ആൽബർട്ട് ക്രൂസും ഹെൻറിച്ചും അതുപോലെ ഹ്യൂബർട്ടും കണ്ട കാഴ്ച അല്പനിമിഷങ്ങൾക്കകം അവരുടെ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ മാറി വടക്ക് ഭാഗത്തായി ലാ കലാമിൻ എന്ന നഗരത്തിലും ദൃശ്യമായി. ഡയർ പ്ലമൻസ് അയാളുടെ പാർട്ട്ണർ ഒന്നിച്ച് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച അവർ കണ്ടത്. സമീപത്തുള്ള അമേരിക്കൻ എയർബേസിൽ നിന്ന് നടത്തിയ എന്തോ പരീക്ഷണമാണ് അതെന്നാണ് ഒറ്റ നോട്ടത്തിൽ അവർക്ക് തോന്നിയത്. അമേരിക്ക അവരുടെ പുതിയ ഏതോ കണ്ടെത്തലുകൾ പരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അവരുടെ തോന്നൽ പ്ലമൻസിനും സുഹൃത്തിനും ഉണ്ടായതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചില്ല. നവംബർ 29 ആ കാഴ്ചയെക്കുറിച്ചുള്ള വാർത്ത പുറത്തെത്തി ഏതാനും ദിവസങ്ങൾക്കകം 100ഓളം ആളുകളാണ് ആ കാഴ്ച കണ്ടതായി റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ 9 പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. ആളുകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു വാഹനം അമേരിക്ക ഉണ്ടാക്കിയിട്ടില്ലെന്നും അങ്ങനെ ഒരു പരീക്ഷണം ആ ശൈലിയിലുള്ള ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടില്ല എന്നും അമേരിക്കൻ എയർഫോഴ്സിന്റെ ബേസിലെ ഉദ്യോഗസ്ഥർ പത്രങ്ങൾ വഴി ജനത്തെ അറിയിച്ചതും കൺഫ്യൂഷൻ കൂടുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ നിലവിൽ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏത് വാഹനത്തെക്കാളും അമ്പരപ്പിക്കുന്ന ശേഷിയുള്ളതാണ് ജനങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആ വാഹനം. ശബ്ദമുണ്ടാക്കാതെ അത്രയും വലിയൊരു വാഹനം ആകാശത്തുള്ള പറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കണ്ട വസ്തു ഏതെങ്കിലും രാജ്യം ഉണ്ടാക്കിയതാണെന്ന അഭിപ്രായം US ഇല്ല എന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 1989 നവംബർ 29 രാത്രി പല സ്ഥലത്തുമായി ആളുകൾ കണ്ട ആ വാഹനത്തെക്കുറിച്ചുള്ള കഥകൾ പത്രങ്ങളിൽ അങ്ങനെ സജീവമായി നിലനിൽക്കുമ്പോഴാണ് 1990 ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഒരു വാർത്ത വരുന്നത്. അപ്രാവശ്യം ഒരു ദൃക്സാക്ഷി ആ വാഹനത്തിന്റെ ചിത്രം ക്യാമറയിൽ എടുക്കുകയും ചെയ്തു. ത്രികോണാകൃതിയിലുള്ള ഒരു വസ്തുവിന്റെ 3 കോണിൽ നിന്ന് ശരിക്കും ശക്തമായ ബീം കണക്ക് പ്രകാശം താഴേക്ക് വരുന്നതും അതിനൊപ്പം ആ ത്രികോണാകൃതിയിലുള്ള വസ്തുവിന്റെ കൃത്യം നടുക്ക് നിന്ന് പ്രകാശം താഴേക്ക് വരുന്നതുമായ ചിത്രമാണ് ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടത്. ആ പ്രകാശ സോഴ്സിനെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയ ശാസ്ത്രജ്ഞരും പൊതുജനവും ഒക്കെ ആ കാര്യം ഉറപ്പിച്ചു. അത്തരത്തിലൊരു വാഹനം ഭൂമിയിൽ അതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ പിന്നെ അതെന്താണ്? സ്വാഭാവികമായിട്ടും സകലരും ആ ഉത്തരം പരസ്പരം പറഞ്ഞു തുടങ്ങുകയും പത്രങ്ങളിൽ അതൊരു വാർത്തയാവുകയും ചെയ്തു. ബെൽജിയത്തിൽ 89 നവംബർ 29 രാത്രിയിലും 90 ഏപ്രിലിന്റെ തുടക്കത്തിലും കണ്ടത് UFO ആണെന്നുള്ള വാർത്തയാണ് പതുക്കെ പത്രങ്ങൾ വഴി പ്രചരിച്ചു തുടങ്ങിയത്. പണ്ട് കാലം മുതലേ മനുഷ്യന് കൗതുകം ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് UFO. ബഹിരാകാശത്തു നിന്ന് വരുന്ന തളികകൾ നമ്മളെ ശരിക്കും രസിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ബഹിരാകാശത്ത് ഏതോ ഗ്രഹങ്ങളിലുള്ള ജീവികൾ ഭൂമി സന്ദർശിക്കാനായി അവരുടെ വാഹനങ്ങളിൽ എത്തുന്ന കഥകൾ ഇഷ്ടംപോലെ സയൻസ് ഫിക്ഷൻ സിനിമകളും അതുപോലെ നോവലുകളുമായി മാറിയിട്ടുണ്ട്. അതേ ശൈലിയിലുള്ള ബഹിരാകാശ വാഹനമാണ് ഇപ്പോൾ ബെൽജിയത്തിന് മുകളിൽ കണ്ടെന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. സ്വാഭാവികമായി സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി. അവർ 10-20 വർഷമായിട്ട് ഈ ശൈലിയിലുള്ള പറക്കൻ തളികളെ കുറിച്ച് അന്വേഷിക്കുന്ന ടീമാണ്. സോബ് എപ്സ് എന്നാണ് അവരുടെ പേര്. സോബപ്സിന് ബെൽജിയത്തിന്റെ മുകളിൽ കണ്ട ആ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തോടുകൂടി അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. ബെൽജിയത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പറക്കൻ തളികൾ ഇനിയും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ ഒരുക്കങ്ങളുമായി കാത്തിരിക്കുമ്പോൾ വീണ്ടും ഒരു പറക്കൻ തളിക പ്രത്യക്ഷപ്പെട്ടു. ആ പറക്കൻ തളിയെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത് ബ്രസൽസിൽ നിന്നാണ്. ബ്രസൽസിൽ ഒരു ഡിന്നർ പാർട്ടി നടക്കുകയായിരുന്നു. ആ ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അപ്രതീക്ഷിതമായിട്ടാണ് ആകാശത്ത് ഒരു പ്രകാശം ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് നിന്ന് പച്ച നിറത്തിലും അതുപോലെ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഡിന്നർ പാർട്ടി പങ്കെടുത്ത ആളുകൾ കണ്ടത്. ആ പാർട്ടി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരു മതിഭ്രമം വന്നതാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടായനെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ. ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ ആളുകളും ആകാശത്ത് കണ്ട ആ പ്രകാശത്തിൽ ശരിക്കും അന്തം വിട്ട് നോക്കുമ്പോൾ സമീപത്തുള്ള നാറ്റോ സ്റ്റേഷനിലെ റഡാറിൽ ആ ഡിന്നർ പാർട്ടി നടന്ന ഭാഗത്തിന് സമീപത്തായി ഒരു ഓബ്ജക്റ്റ് നോട്ട് ചെയ്യപ്പെടുകയാണ്. നാറ്റോയുടെ റഡാറിൽ മാത്രമല്ല ആ ഓബ്ജക്റ്റ് പതിഞ്ഞത്, ബെൽജിയത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട മേഖലകളിലെ റഡാറുകളിലും മിലിറ്ററി റഡാറുകളിലും അത് പതിഞ്ഞു. സെമോസാഗിലെയും വെർട്ടണിലെയും സെയിന്റ് ഹ്യൂബർട്ടിലെയും റഡാറുകളിൽ ആ കാഴ്ച പതിയുകയാണ്. അനവധി റഡാറുകളിൽ ആ കാഴ്ച പതിഞ്ഞപ്പോൾ ആ കാഴ്ചയുടെ സോഴ്സ് കൃത്യമായി വെരിഫൈ ചെയ്യാനായി എയർഫോഴ്സ് 2 ഫൈറ്റർ ജെറ്റുകളെ ആകാശത്തേക്ക് അയച്ചു. ബെൽജിയൻ എയർഫോഴ്സിന്റെ 2 F-16 വിമാനങ്ങളാണ് ആകാശത്തേക്ക് പറന്നുയർന്നത്. അവർക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ആകാശത്ത് കാണുന്ന ആ വാഹനത്തെ നേരിട്ട് എതിർക്കരുത്. അതിനു പകരം ആ വാഹനത്തെ വിശദമായ പഠനത്തിന് വിധേയമാക്കാനാണ് F-16 പൈലറ്റുമാർക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ആകാശത്തേക്ക് പറന്നുയർന്ന ആ F-16 വിമാനങ്ങളിലെ പൈലറ്റുമാർ അവരുടെ റഡാറിൽ ദൂരെ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തു. ആ 2 F-16 വിമാനങ്ങളിലെയും റഡാറുകളിൽ ഓബ്ജക്റ്റ് ദൃശ്യമായതും ആ ഓബ്ജക്റ്റ് ഉള്ള മേഖലയിലേക്ക് ആ F-16 വിമാനങ്ങൾ അവരുടെ യാത്ര തിരിച്ചുവിടുകയായിരുന്നു. അതിവേഗം ആ F-16 വിമാനങ്ങൾ ആ ഓബ്ജക്റ്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നതും അവർ കണ്ട ഓബ്ജക്റ്റ് റഡാറിൽ നിന്ന് അതിവേഗം അപ്രത്യക്ഷമാകുന്നതാണ് റഡാറിൽ നിരീക്ഷിച്ചിരുന്ന ആ പൈലറ്റുമാർ കണ്ടത്. ശരിക്കും അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന വേഗതയിൽ ആ ഒബ്ജക്റ്റ് അവിടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് വല്ലാത്ത കൗതുകത്തോടെയാണ് F-16 ആ പൈലറ്റുമാർ കണ്ടത്. അവർക്ക് ആ ഓബ്ജക്റ്റിനെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ആ ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഭാഗത്ത് അവർ എത്തുമ്പോഴേക്കും ആ ഓബ്ജക്റ്റ് വളരെ ദൂരേക്ക് പറന്നു മാറിക്കഴിഞ്ഞു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ഓബ്ജക്റ്റ് അവരുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ F-16 വിമാനത്തിലെ പൈലറ്റുമാർ നിരാശരാകാതെ ആ ഏരിയ വീണ്ടും കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതും വീണ്ടും ആ അജ്ഞാത ഓബ്ജക്റ്റ് അവിടെ റഡാറിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിക്ക് ഏകദേശം 7000 അടി മുകളിലായി ആ ഓബ്ജക്റ്റിനെ അവർ റഡാറിൽ കാണുകയാണ്. അവർ റഡാറിൽ ആ ഓബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ ഉയരം 10000 അടിയായി മാറി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ 7000 അടിയിൽ നിന്ന് 10000 അടിയിലേക്ക് ആ ഓബ്ജക്റ്റ് ഉയർന്നിരിക്കുകയാണ്. ആ നിമിഷത്ത് തന്നെ മറ്റൊരു കാഴ്ച കൂടി റഡാറിലൂടെ അവർ ഐഡന്റിഫൈ ചെയ്തു. 10000 അടി മുകളിലേക്ക് വന്ന ആ ഓബ്ജക്റ്റ് അതിവേഗം ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു വന്നു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ 10000 അടിയിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു വരികയാണ്. ഭൂമിയുടെ തൊട്ട് മുകളിൽ ഏകദേശം 500 അടി മുകളിൽ ആ ഓബ്ജക്റ്റ് എത്തി അവിടെ പെട്ടെന്ന് നിശ്ചലമായി. അവിടെ നിശ്ചലമായി നിന്ന ആ ഓബ്ജക്റ്റ് അടുത്ത നിമിഷത്തിൽ വീണ്ടും ആകാശത്തേക്ക് ലൈറ്റ്നിങ് വേഗതയിൽ പറന്നു വരികയും റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ വേഗത F-16 വിമാനങ്ങളുടെ റഡാറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ ശബ്ദത്തിന്റെ 1.5 ഇരട്ടി വേഗതയിലാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. ആ
കാര്യം പഠിച്ച ബെൽജിയം എയർഫോഴ്സിന്റെ ബ്രിഗേഡിയർ പിറ്റേ ദിവസം പത്രക്കാരോട് പറഞ്ഞത് ഭൂമിയിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിനിനും ആ വേഗതയിൽ സഞ്ചരിക്കാനാവില്ലെന്നാണ്. 10,000 അടി മുകളിൽ നിന്ന് 500 അടിയിലേക്ക് ആ ഒബ്ജക്റ്റ് താഴ്ന്ന വേഗത ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ വേഗതയിൽ ഒരു വിമാനം താഴുകയാണെങ്കിൽ ആ പൈലറ്റ് ഉറപ്പായി കൊല്ലപ്പെട്ടിരിക്കും. ആ കാര്യം F-16 വിമാനങ്ങൾ പറത്തുന്ന ആ പൈലറ്റുമാർക്ക് പൂർണ്ണ ഉറപ്പാണ്. ആ വേഗതയിൽ താഴേക്ക് വരുന്ന വിമാനത്തിന്റെ ആ ആക്സിലറേഷൻ സ്വാഭാവികമായി ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായി ചേരുമ്പോൾ അൺബിലീവബിളായ വേഗതയിൽ ആ വിമാനം ഭൂമിയിൽ വന്ന് ഇടിച്ചു തകരും. ഒരു കാരണവശാലും പൈലറ്റ് രക്ഷപ്പെടില്ല. നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിമാനത്തിനും 10,000 അടി മുകളിൽ നിന്ന് 500 അടി മുകളിലേക്ക് ആ വേഗതയിൽ പാഞ്ഞു വന്ന് അങ്ങനെ നിശ്ചലമായി നിൽക്കാൻ പറ്റില്ല. അതാണ് F-16 ആ പൈലറ്റുമാരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തിയ പഠനത്തിൽ എത്തിയിരിക്കുന്ന നിഗമനം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഈ വേഗതയിൽ ഒരു വിമാനം സഞ്ചരിക്കുമ്പോൾ ഒരു സോണിക് ബൂം ഉണ്ടാകേണ്ടതാണ്. ആ ബൂമോ അതിനോടനുബന്ധിച്ച് ശബ്ദമോ ആരും കേട്ടിട്ടേയില്ല. സോണിക് ബൂമില്ലാത്ത ശബ്ദമുണ്ടാക്കാത്ത ഒരു വാഹനമാണ് അവിടെ F-16 വിമാനങ്ങളുടെ റഡാറിൽ പെട്ടതെന്നാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്. 1990കളിലും 91ലും ബെൽജിയത്തിൽ നിന്ന് ഈ വാർത്ത കൂടെ വന്നുകൊണ്ടേയിരുന്നു. ഈ വാർത്തയ്ക്ക് സമാന സ്വഭാവത്തിലുള്ള അനവധി വാർത്തകളാണ് അവിടെ ഉണ്ടായത്. 91ന്റെ എൻഡോടുകൂടി ആ ശൈലിയിലുള്ള UFOകളെ ബെൽജിയത്തിന്റെ ആകാശത്ത് കാണുന്ന വാർത്തകൾ ഏതാണ്ടെങ്കിൽ ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇവിടെയാണ് കാതലായ ആ ചോദ്യം ഉണ്ടാകുന്നത്. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കഥകളിൽ കേട്ട കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ കഥയിൽ ഒരുപാട് പോലീസുകാർ പങ്കാളികളാണ്, എയർഫോഴ്സ് പൈലറ്റുമാർ പങ്കാളികളാണ്, എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പങ്കാളികളാണ്, പൊതുജനങ്ങൾ പങ്കാളികളാണ്. ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ സത്യത്തിൽ നടന്ന സംഭവമാണോ? മാസ് ഹിസ്റ്റീരിയെ കുറിച്ചുള്ള കഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ ബെൽജിയത്തിൽ സകലർക്കും മാസ് ഹിസ്റ്റീരിയ പിടിപെട്ടതാണോ? സകലർക്കും വട്ടായതാണോ? അതാണ് ചോദ്യം. മാസ് ഹിസ്റ്റീരിയ ബാധിച്ച ആളുകളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം വരും. പൈലറ്റുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അനവധി പരീക്ഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും വിധേയമാകുന്ന ആളുകളാണ്. ഒരു തരത്തിലുള്ള ഹിസ്റ്റീരിയയും അവർ ബാധിക്കാതിരിക്കാനുള്ള പരിശീലനം അവർക്ക് ഉറപ്പായും അവരുടെ സ്ഥാപനങ്ങളിൽ കൊടുക്കാറുണ്ട്. അത്തരം ആളുകൾ ഒരു കാഴ്ച കണ്ടു എന്ന് പറയുമ്പോൾ അതെങ്ങനെ മാസ് ഹിസ്റ്ററിയുടെ ഭാഗമാകും? ആ ചോദ്യമാണ് സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. 1989 നവംബർ 29 രാത്രിയിലെ ആ പ്രതിഭാസത്തെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഏകദേശം ഒരു 4 ദിവസം ആകുമ്പോഴാണ് മാസ് റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നത്. ആ വാർത്ത പത്രത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ മാസ് റിപ്പോർട്ടിംഗ് ഉണ്ടാകുമായിരുന്നു എന്നതാണ് ചോദ്യം. ഇവിടെ ഏറ്റവും നിർണായകമായ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. ജർമ്മനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. എന്തുകൊണ്ടാണ് ജർമ്മനിക്കുള്ളിലെ റഡാറുകളിൽ ഈ കാഴ്ച മിസ്സായത്? ബെൽജിയത്തിന് സമീപം നെതർലൻഡ്സും അതുപോലെ ഫ്രാൻസും ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും ഈ UFOകൾ വന്നതേയില്ല. ബെൽജിയം പോലുള്ള ഒരു ചെറിയ രാജ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിന് UFOകൾ വരണം? ടാർഗറ്റ് ചെയ്യാൻ യൂറോപ്പിൽ വളരെ വിശാലമായ രാജ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഈ കഥ കള്ളമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉന്നയിച്ച ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ സ്വാഭാവികമായും ഈ കഥ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തെളിവുകളില്ല എന്നതാണ് സത്യം. നമ്മളെക്കാൾ ടെക്നോളജി വികസിച്ച അന്യഗ്രഹ ജീവികൾ പ്രപഞ്ചത്തിന്റെ വിദൂരതയിൽ എവിടെയോ ഉണ്ടെന്നും അവർ ഡെവലപ്പ് ചെയ്ത വാഹനത്തിൽ അവർ ഈ പ്രപഞ്ചം ചുറ്റുമ്പോൾ ഭൂമിയിൽ എത്തുന്നതാണെന്നുള്ള ശൈലിയുടെ കഥകൾ അനുബന്ധമായി ഉണ്ടാകുന്നുണ്ട്. ആ കഥകൾ വിശ്വസിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും മുഴുവൻ തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മറുഭാഗത്തുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 1990 യാദൃശ്യവശാൽ ആ ലൈറ്റിന്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ ആള് ഒരു ഇന്റർവ്യൂവിന് വിധേയമാകുന്നത്. അത് സംഭവിക്കുന്നത് 2011 20 കൊല്ലങ്ങൾക്ക് ശേഷം അയാളെ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയോട് അയാൾ നടന്ന കാര്യം വ്യക്തമാക്കി. ആ ഫോട്ടോഗ്രാഫ് അയാൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ് ആ സമയത്ത് അയാൾ സൂചിപ്പിച്ചത്. 2011 ജൂലൈ 26 ഒരു TV ഇന്റർവ്യൂവിൽ പാട്രിക് മാർച്ച എന്ന വ്യക്തി 90 അയാൾ എങ്ങനെയാണ് കൃത്രിമമായിട്ട് ആ ഫോട്ടോ ഉണ്ടാക്കിയതെന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് പറഞ്ഞു. അയാളുടെ ആ TV ഇന്റർവ്യൂ സ്വാഭാവികമായും ബെൽജിയത്തിൽ വലിയ ചലനം ഉണ്ടാക്കി. പാട്രിക് മോർച്ച പത്രക്കാരെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ എങ്ങനെയാണ് ആ ലൈറ്റുകൾ സൃഷ്ടിച്ചതെന്ന് കൃത്യമായും പത്രക്കാർക്ക് കാണിച്ചു കൊടുത്തു. അയാൾ ത്രികോണാകൃതിയിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ ബ്ലാക്ക് പെയിന്റ് അടിക്കുകയാണ് ആദ്യം ചെയ്തത്. അയാൾ ആ ട്രയാങ്കിളിന്റെ 3 മൂലയിലും ഓരോ ദൂരം വീതം ഇട്ടു. എന്നിട്ട്
ആ ട്രയാങ്കിൾ അയാൾ ഒരു ഡാർക്ക് റൂമിന്റെ മുകളിലേക്ക് കെട്ടി. ശരിക്കും ഇരുട്ട് നിറഞ്ഞ ആ മുറിയുടെ മുകളിൽ കെട്ടപ്പെട്ട ആ ട്രയാങ്കിളിന്റെ മുകളിലായി അയാൾ 3 ടോർച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചു, 3 ഫ്ലാഷ് ലൈറ്റുകൾ. ആ ഫ്ലാഷ് ലൈറ്റുകൾ ഓണാക്കിയതിനു ശേഷം താഴെ നിന്ന് അയാൾ ആ ഫോട്ടോ എടുക്കുകയായിരുന്നു. UFO കഥകളിൽ സൂചിപ്പിച്ച അതേ ശൈലിയിലുള്ള ബീമാണ് അയാൾ ആ മുറിയിൽ കൃത്യമായി സൃഷ്ടിച്ചത്. അങ്ങനെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അയാൾ എടുത്ത ഫോട്ടോയാണ് അയാൾ UFOയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് പത്രങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. സ്വാഭാവികമായിട്ട് അയാൾ ആ ഫോട്ടോ വഴി ശരിക്കും പ്രസിദ്ധി നേടുകയും ചെയ്തിരുന്നു. UFOകൾ അധികം നേരം ഒരിടത്തും അങ്ങനെ തങ്ങി നിൽക്കാത്തതുകൊണ്ട് കണ്ടു കിട്ടുന്ന ആളുകൾ അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് പതിവ്. അന്ന് ഫോട്ടോ എടുക്കാൻ ആകെ പറ്റിയത് പാട്രിക് മോർച്ചയ്ക്ക് മാത്രമാണ്. പാട്രിക് മോർച്ചയുടെ ആ പടത്തിന്റെ പിൻബലത്തിലാണ് UFO കഥകൾ ശരിക്കും ബെൽജിയത്തിൽ സജീവമായി നിലനിന്നത്. പക്ഷേ 20 കൊല്ലങ്ങൾക്ക് ശേഷം 2011 ജൂലൈ 26 അയാൾ TV-യിലൂടെ കുറ്റശ്രമം നടത്തിയപ്പോൾ UFO കഥകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ശരിക്കും വെട്ടിൽ വീണതുപോലെയായി. അപ്പൊ ഇവിടെ ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്, ബെൽജിയം UFO കഥ വ്യാജമാണോ? ആ ചോദ്യത്തിന്റെ ഉത്തരവുമായി ഈ അടുത്ത കാലത്ത് പെന്റഗൺ മുന്നോട്ട് വന്നിട്ടുണ്ട്. US-ന്റെ പ്രതിരോധ ഏജൻസിയെ പെന്റഗൺ UFO കഥകളുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ഇൻഫർമേഷനൊക്കെ പബ്ലിക്കിനായി റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ ഡോക്യുമെന്റിൽ ഒരുപാട് ഇൻസിഡൻസ് ഈ സമാന സ്വഭാവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായതിന്റെ തെളിവുകളാണ് പെന്റഗൺ മുന്നോട്ട് വച്ചിരിക്കുന്നത്. UFOയുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യങ്ങൾ സത്യസന്ധമായി ഉണ്ടെന്ന് ആളുകൾക്കൊരു ധാരണ ഉണ്ടാക്കാൻ പെന്റഗൺ റിലീസ് ചെയ്ത ആ ഡോക്യുമെന്റുകൾ കാരണമായിരിക്കുകയാണ്. ആ ഡോക്യുമെന്റുകളിലൂടെ കടന്നു പോകുമ്പോഴും സംശയം നമുക്ക് മാറത്തില്ല. ഡോക്യുമെന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസം കൂടും, അവിശ്വാസികൾക്ക് അവിശ്വാസം കൂടുകയും ചെയ്യും. ആ ശൈലിയിലുള്ള ഡോക്യുമെന്റാണ് പെന്റഗൺ പുറത്തുവിട്ടിരിക്കുന്നത്. കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 1988, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പ്രസ് ബിൽഡിംഗ് ഉണ്ട്, ഞങ്ങളുടെ സ്വന്തം. ആ ബിൽഡിങ്ങിൽ രാത്രി പ്രിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ ചേട്ടനും ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ തന്നെ അങ്ങനെ കിടന്നുറങ്ങിയായിരുന്നു. എൻ്റെ പഠനം നടക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഉറങ്ങാൻ കിടന്ന് ഏകദേശം ഒരു അരമണിക്കൂറായി കാണും. പെട്ടെന്ന് കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ആ ബിൽഡിങ്ങിനകം മുഴുവൻ ഉണ്ടായി. 1000 സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിച്ചതൊക്കെ പറയുമ്പോൾ ഒരു പ്രകാശം, അതിനോടൊപ്പം ടൺ കണക്കിന് കല്ലുകൾ ആ ആസ്പെറ്റോസ് ഇട്ട ബിൽഡിങ്ങിന് മുകളിലേക്ക് വീണതുപോലെ ഒരു ഫീലും. ചെറുപ്പ ആ കല്ല് വീണതുപോലെ. ഞാൻ മാത്രമല്ല, ആ ബിൽഡിങ്ങിനകത്ത് ഉറങ്ങിയായിരുന്ന നമ്മുടെ പ്രിന്ററും എൻ്റെ ചേട്ടനും ഒക്കെ ഞെട്ടി എണീറ്റു. ആർക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ശരിക്കും ഏതാനും സെക്കൻഡ് നേരം ആരും ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നതാണ് ശരി. അല്പസമയം കഴിഞ്ഞതും ഞങ്ങൾ എണീറ്റ് ലൈറ്റ് ഇട്ടു പുറത്തൊക്കെ നോക്കി. ഒരുപാട് ചരൽ വീണതുപോലെ ശബ്ദങ്ങൾ കേട്ടതാണ്. സ്വാഭാവികമായിട്ട് ആ ചരലുകൾ ഷീറ്റിൽ താഴെ വീണ് കിടക്കേണ്ടതാണ്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഒരു ചരലും കണ്ടില്ല. ഞങ്ങൾ ആ ചുറ്റുപാടൊക്കെ നോക്കി. ആ രാത്രി മാത്രമല്ല, പിറ്റേന്ന് പകലും അവിടെയൊക്കെ നോക്കി, ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ രാത്രിയിലെ ആ പ്രകാശവും ചരൽ വീഴ്ചയും ശരിക്കും അങ്ങോട്ട് മനസ്സിലാകാത്ത ഒരു പ്രതിഭാസമാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് ആ രാത്രി അവിടെ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ആ കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്. 1000 സൂര്യന്മാർ ഒന്നിച്ച് ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം ആ രാത്രിയിൽ ആ ബിൽഡിങ്ങിൽ പൂർണ്ണമായും ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല ആ കാഴ്ച കണ്ടത്. ആ ബിൽഡിങ്ങിന് ചുറ്റും റബ്ബറാണ് ഉള്ളത്. ആ ബിൽഡിങ്ങിന്റെ ജനാലയിൽ കൂടി റബ്ബറിൽ പ്രകാശം പതിച്ച രംഗം ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഉണ്ട്. അതേ കാഴ്ച ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകളും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ആ ദിവസത്തെ, ആ രാത്രിയെക്കുറിച്ച് പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ആ രാത്രിയിൽ നമ്മൾ കണ്ട ആ പ്രകാശത്തിന്റെ ഹേതു? അറിയില്ല. നിങ്ങൾക്കും ഇതുപോലെ സമാന സ്വഭാവത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകാം. വിശ്വസിക്കണോ വേണ്ടയെന്നുള്ളത് അവനവന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലിരിക്കും. എന്തായാലും ഒരു UFO കഥ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ UFO കഥ നിങ്ങളോട് പറഞ്ഞത്. എം ലൈഫിൽ നിന്ന് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.